കൊല്ലം പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനോടനുബന്ധിച്ചാണ് കൊല്ലം പൂരം അരങ്ങേറുന്നത്. പൂരത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. ഉച്ചയ്ക്ക് ആനനീരാട്ടും ആനയൂട്ടും പൂരസദ്യയും നടന്നു. വൈകിട്ട് 4 മണി മുതൽ താമരക്കുളം ഗണപതിയുടെയും പുതിയകാവ് ഭഗവതിയുടെയും എഴുന്നള്ളത്ത് നടക്കും. കെട്ടുകാഴ്ച തിരുമുമ്പിൽ കുടമാറ്റത്തിനു ശേഷം ആറാട്ട് എഴുന്നള്ളത്ത് ആശ്രാമം മൈതാനിയിൽ എത്തിച്ചേരും. തുടർന്ന് പുതിയകാവ് ഭഗവതിയും താമരക്കുളം മഹാഗണപതിയും മുഖാമുഖം അണിനിരക്കുന്ന കുടമാറ്റം നടക്കും. പൂരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പൂരത്തിന്റെ ഒരുക്കങ്ങൾ ഏകദേശം എല്ലാം പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ 7 മണി മുതൽ ചെറുപൂരങ്ങൾ 14 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ ഒരു 10:30 മണിയോടുകൂടി നമ്മളെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. അതിനുശേഷം ആന നീരാട്ടും അതിനെ തുടർന്ന് ആന ഓട്ടും എല്ലാം നടന്നതിന് ശേഷം ഈ വൈകിട്ട് 4 മണി കഴിഞ്ഞ് 4:30-ക്കകത്തൊരു തൃക്കൊടി ഇറക്കത്തിന് ശേഷം തിരുമുമ്പിൽ 2 വിഭാഗം ക്ഷേത്രങ്ങളുടെയും കുടമാറ്റം നടന്നതിന് ശേഷം ഭഗവാന്റെ തിരുവാറാട്ട് ഇവിടുന്ന് പുറപ്പെടും. 6 മണിയോടുകൂടി ആറാട്ട് കുളത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നതിന് ശേഷം നമ്മളെ ആശ്രാമം മൈതാനിയിൽ കൊല്ലം പൂരം സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലൻ അവർകൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. പിന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി നാളെ ഭഗവാന്റെ തിടമ്പ് തൃക്കടൂർ ശിവരാജ്, പുതിയ ഭഗവതി തിടമ്പ് പുത്തൻകുളം അനന്തപത്മനാഭൻ, താമരക്കുളം മഹാഗണപതി തിടമ്പ് ഗുരുജിയിൽ ശിവനാരായണൻ ആണ് തിടമ്പേറ്റുന്നത്. ഇരു വിഭാഗങ്ങളിലുമായിട്ട് 11 ആനകൾ വീതം അണിനിരക്കും. തുടർന്ന് കുടമാറ്റം. മന്ത്രിമാർ, MP-മാർ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കുന്ന കൊല്ലം പൂരം സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും. പൂരം ആസ്വദിക്കുവാനായി ആയിരക്കണക്കിന് ജനങ്ങളാണ് ആശ്രാമം മൈതാനിയിലേക്ക് ഇന്ന് വൈകിട്ട് എത്തിച്ചേരുക.